കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. ജയപാല പണിക്കർ ലോകം അറിയുന്ന ഇന്ത്യൻ ചിത്രകാരന്മാരിൽ പ്രഥമസ്ഥാനീയനാണ് കൊല്ലത്ത് പെരുന്നാട്ടുകാരനായ ജയപാല പണിക്കർ. ശില്പകലാരംഗത്തും തൻ്റേതായ വഴി വെട്ടിത്തുറന്ന പണിക്കരുടെ ഒരുപിടി അമൂർത്ത ശില്പങ്ങൾ വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളുടെ സ്വീകരണ മുറികൾക്ക് അലങ്കാരമാകുന്നുണ്ട്. ആത്മീയതയിലും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന പൗരാണിക ചിഹ്നങ്ങളിലും അധിഷ്ഠിതമായ രചനാശൈലിയിലൂടെ ദൃശ്യ അനുഭവത്തിൻ്റെ ലാവണ്യ മേഖലകളിലേക്ക് നയിക്കുന്ന ചിത്രങ്ങളാണ് ജയപാല പണിക്കരുടേത്. 1937 പെരിനാട് മംഗലത്ത് കുടുംബത്തിലാണ് ജയപാല പണിക്കരുടെ ജനനം. 4ാം ഫോറത്തിൽ പഠിക്കുമ്പോൾ തന്നെ ചിത്രകല പഠിക്കണമെന്ന മോഹം കലശലായി. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ മദ്രാസിലേക്ക് വണ്ടി കയറി ചെന്നൈയിലെ പ്രശസ്തമായ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൽ ചേർന്നു. KCS പണിക്കരായിരുന്നു അന്ന് പ്രിൻസിപ്പൽ. KCSൽ നിന്ന് സങ്കല്പ സ്വതന്ത്രമായ പുതിയ രചനാരീതി സ്വായത്തമാക്കാൻ ജയപാല പണിക്കർക്ക് കഴിഞ്ഞു. 1966 പഠനം പൂർത്തിയാക്കി പുറത്തു വന്നപ്പോൾ തന്നെ ജയപാല പണിക്കർ ചിത്രകലാരംഗത്ത് തൻ്റേതായ ഒരു വഴി തുറന്നിരുന്നു. അക്കാലത്ത് ചിത്രകല ഔപചാരികമായി പഠിച്ചിറങ്ങുന്ന പലരും സ്കൂൾ അധ്യാപകരാവുകയായിരുന്നു പതിവ്. മദ്രാസിൽ ചോളമണ്ഡലം കലാഗ്രാമം എന്ന ആഗ്രഹം ഫലപ്രാപ്തിയിലെത്തിക്കുന്നതിനായി ജയപാല പണിക്കർ കഠിന അധ്വാനം തന്നെ ചെയ്തു. കലാഗ്രാമം KCS പണിക്കരുടെ ആശയമായിരുന്നു. ഇന്ത്യൻ ചിത്രകാരൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി കരുതപ്പെടുന്ന കലാഗ്രാമത്തിൻ്റെ രൂപീകരണത്തിന് പിന്നിൽ വിശ്വനാഥനും അക്കിത്തം നാരായണ പണിക്കരും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. KCS പണിക്കരെയും ജാമിനി റോയിയെയും വിൻസെൻ്റ് വാൻഗോഗിനെയും ഗുരുസ്ഥാനത്ത് കാണുന്ന ജയപാല പണിക്കർ മദ്രാസിലെ പഠനകാലത്താണ് ശാങ്കര ദർശനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. സൗന്ദര്യ ലഹരി ജയപാല പണിക്കരുടെ ചിത്രകലാ പ്രതിഭയെ ആഴത്തിൽ സ്വാധീനിച്ചു. ജലച്ചായത്തിലും എണ്ണച്ചായത്തിലുമുള്ളവയായിരുന്നു ജയപാല പണിക്കരുടെ ആദ്യകാല ചിത്രങ്ങളിൽ അധികവും. എണ്ണച്ചായത്തിലെ മടുപ്പ് കാരണം 1968 ശേഷം പുതിയൊരു മാധ്യമം അദ്ദേഹം തിരഞ്ഞെടുത്തു. ഗ്രാഫിക് എന്ന പുതിയ ശൈലിയിലേക്ക് കടന്നത് അങ്ങനെയാണ്. ചെമ്പ് തകിട് മാധ്യമമാക്കി ഗ്രാഫിക് ശൈലിയിൽ ജീവാഗ്നി, ബീജാഗ്നി എന്നീ ചിത്ര പരമ്പരകൾ ജയപാല പണിക്കർ ചെയ്തു. ഇതിൽ മനുഷ്യോൽപത്തിയും സ്ത്രീപുരുഷ ബന്ധങ്ങളും ശിവശക്തി പരിണയവും വിഷയമാക്കി. ജയപാല പണിക്കരുടെ പ്രതിഭയുടെ മാന്ത്രിക സ്പർശം വെളിവാക്കുന്നവയാണ് ജീവാഗ്നി, ബീജാഗ്നി സീരീസ്. ഇതിനുശേഷം പരിണാമം പരമ്പരയിൽ 100ഓളം ചിത്രങ്ങൾ ജയപാല പണിക്കർ രചിച്ചു. ചിത്രകലയിൽ ഒരു പുതിയ ശൈലിയുടെ ആവിർഭാവമായിരുന്നു പരിണാമം സീരീസ്. ലംബമോ തിരശ്ചീനമോ ആയ രേഖകളും സമചതുരം, ദീർഘചതുരം, ത്രികോണം മുതലായ ജ്യോമിതീയ രൂപങ്ങളുടെ വിന്യാസവും വേറിട്ട അനുഭവമായി മാറി. പ്രാപഞ്ചിക സമയമെന്ന പ്രഹേളിയയുടെ ആവിഷ്കാരമായ ചിത്രങ്ങൾ ജയപാല പണിക്കരുടെ മാസ്റ്റർ പീസുകളായി കണക്കാക്കപ്പെടുന്നു. പ്രപഞ്ച കാഴ്ചകൾ, മായികാ ലോകം, സൃഷ്ടികർമ്മത്തിൻ്റെ നിഗൂഢത ഇവയൊക്കെ ജയപാല പണിക്കർ തൻ്റെ പരമ്പരയ്ക്ക് വിഷയമാക്കി. ജലം, മത്സ്യം, ആകാശം, പക്ഷികൾ, ചരാചരങ്ങൾ ഇവയൊക്കെ പല രൂപത്തിൽ ജയപാല പണിക്കരുടെ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. 1975 മുതൽ 1996 വരെയുള്ള പരിണാമം സീരീസിന് ശേഷം നോക്കുകുത്തി എന്ന പുതിയ പരമ്പരയിലേക്ക് കടന്നെങ്കിലും പൂർത്തീകരിക്കും മുമ്പ് ആ മഹാപ്രതിഭയെ മരണം തട്ടിയെടുത്തു. ശില്പി എന്ന നിലയിൽ ജയപാല പണിക്കരുടെ പ്രതിഭയുടെ പ്രകടനമാണ് കുണ്ടലിനി. 1 വർഷത്തിലേറെ കാലത്തെ ആത്മാവിഷ്കാരത്തിലൂടെ രൂപപ്പെടുത്തിയ ശില്പം കൊല്ലം പബ്ലിക് ലൈബ്രറിയിലെ സോപാനം കലാകേന്ദ്രത്തിന് അലങ്കാരമാകുന്നുണ്ട്. 1974, 1983, 1989 വർഷങ്ങളിൽ തൻ്റെ ധന്യമായ ജീവിതത്തിനിടയിൽ ജയപാല പണിക്കരെ തേടിയെത്തിയ ബഹുമതികൾ ഏറെയാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.